എല്ലാരും ഇപ്പം പടം സെക്കൻഡ് ഹാഫ് പോലെയാണ് കണ്ടത്. നല്ല രസമുള്ളൊരു സിനിമയാണ്. ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ സിനിമയിൽ ഞാൻ കമ്മിറ്റും ചെയ്തത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താണല്ലോ. അപ്പം അത് നിങ്ങളല്ലേ പറയണ്ടേ, ഞാനെങ്ങനെ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈം ആണ് പോലീസ് ക്യാരക്ടർ ചെയ്യുന്നത്. ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു കാണുന്ന പ്രേക്ഷകരാണ് അഭിപ്രായം അറിയത്തില്ല. ഞാൻ പുറത്ത് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇച്ചിരി ഒന്ന് ബാക്കിലേക്ക് പോകുന്നത് ഡയറക്ടർ കൂടെ വന്നിട്ടുണ്ട്. നന്നായിട്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും പോലീസ് വേഷമൊക്കെ ചെയ്യുന്നത് എക്സ്പീരിയൻസ് നിങ്ങൾ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ട്. സൗകര്യമൊന്ന് വിളിക്കോ? എന്നെയോ? ഇല്ല, പിന്നെ വിളിക്കാൻ പറഞ്ഞോ? വീഡിയോ സണ്ണിയോട് ചോദിക്കും. അതെന്താണ് സിനിമ? ഇപ്പം രജനി ചേച്ചിയുടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് രാത്രി ചെയ്ത സിനിമ. വന്നാ എല്ലാരും ഹലോ, അസ്സലാമു അലൈക്കും. ചേട്ടാ പൊളിച്ച് അതാ പടം ഇഷ്ടമായ എല്ലാവർക്കും ശരി ശരി വിളിക്കാവേ. സാഹചര്യത്തിൽ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല രസമുള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു സിനിമയും കൂടിയാണെന്ന് പറയാം. പിന്നെ രജനിയുടെ രണ്ടാമത്തെ സിനിമ നവ്യ വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സ്ക്രീനിൽ വന്നിട്ട് ഇങ്ങനെ ഒന്ന് വിസ്മയിപ്പിച്ചിട്ട് പോകും. അപ്പൊ അതൊക്കെ തിയേറ്ററിൽ വന്നിട്ട് എല്ലാവരും സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. ഒരു പക്ക പോലീസുകാരിയോട് എല്ലാവരും ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കാണുന്ന സമയത്തായാലും അല്ലെ ബോഡി ലാംഗ്വേജ് ആയാലും. എന്റെ അമ്മേ, അത് രക്ഷിക്കായിട്ട് പോകണം എല്ലാവരും പറഞ്ഞു. താങ്ക്സ് ടു റത്തീന. ഇതിൻ്റെ ഒരു മുന്നൊരുക്കം നല്ല രീതിയിൽ. ചേച്ചി ഇപ്പം നോക്കുവാണെങ്കിൽ ചേച്ചി ഇപ്പം പഴയ പടങ്ങളായാലും ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇപ്പം പുതിയ പടവും ചെയ്യുന്നുണ്ട്. ഐ മീൻ രണ്ട് ടൈപ്പ് ഒരു മേക്കിംഗ് കണ്ട ആളാണ് ചേച്ചി. അപ്പം രജനീഷയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. സോ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ക്രിട്ടിക്സ് ആണ്. അഭിനയിക്കുന്നതിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഫിലിം തുടങ്ങിയത്. എനിവേസ് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട ഹാപ്പി അബൌട്ട് കഥാപാത്രത്തിന് ഇമോഷൻസ് കയറി അത്രത്തോളം എഫേർട്ടാ. അപ്പൊ എല്ലാ ക്യാരക്ടറും അല്ലേ നമ്മൾ അതിലേക്ക് ഇന്നായി കഴിയുമ്പോൾ പിന്നെ ഇറ്റ് ഇസ് വെരി ഗ്രാജുവൽ. പോലീസ് റോൾ എന്നതിനുപരി ഒരു ഭയങ്കര ഒരു സ്ത്രീയുടെ ലൈഫും എടുത്ത് കാണിക്കുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എല്ലാം അടിപൊളിയായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പടം കാണാനുള്ള പ്രേക്ഷകരോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോഴുള്ള ഒപ്പീനിയനൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു.
അറിയില്ല. എല്ലാവർക്കും എന്താ പറയുക, നിങ്ങളുടെ മുന്നിലേക്ക് പാതിരാത്രി ഞങ്ങൾ തരികയാണ്. പാതിരാത്രി എന്ന സിനിമ പട്ടാപ്പകൽ ഞങ്ങൾ പാതിരാത്രി തരികയാണ്. അപ്പോൾ പ്ലീസ് ഡു വാച്ച്. ഒരുപാട് പേരുടെ ഒരുപാട് കാലത്തെ അധ്വാനമാണ്. നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പോലീസ് ഓഫീസർ ആവാൻ പ്രത്യേക എന്തെങ്കിലും പരിശീലനം നേടിയിട്ടുണ്ട്? കുറച്ച് നാൾ ഇവിടെ തേസയുടെ ഒപ്പം അവരെ നൈറ്റ് പെട്രോളിങ്ങിന് പോവുകയൊക്കെ ചെയ്തിരുന്നു. ശരിക്കും? ആ, ശരി. ആക്ഷേപം എഴുതിയ പോലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അവിടെ പോയിരുന്ന് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി. ചെറിയ പോർഷനിലെങ്കിലും ഒരു ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ട് ഒരു ഓട്ടം വരുന്നുണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ഓട്ടം ഭയങ്കര പാടായിരുന്നു. നല്ല ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നല്ലോ. മഴ, അട്ട, കുമ്പിളിലെ തണുപ്പ്, ഇതെല്ലാം ഫേവറബിൾ ആയിരുന്നുകൊണ്ട് നല്ല സുഖമായിരുന്നു അവിടെ. ഓട്ടത്തിൽ വീഴാൻ കാണിച്ചു വീണു. ആ, വീണു. ഈ പോലീസിന്റെ വേറൊരു മുഖത്ത് കൂടെ തുറന്നു കാണിക്കുന്നുണ്ട്. സിനിമ തുറന്നു കാണിക്കുന്നുണ്ടോന്നാ? ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലുള്ള ഈഗോ എന്നോട് നിനക്കെന്തെങ്കിലും ദേഷ്യമുണ്ടോ? പോലീസുകാരെ കുറിച്ച് നല്ലതല്ലേ നമ്മള് പറഞ്ഞത്? ഹാപ്പിയാണ്. അപ്പൊ ഇനി തുടരുന്ന സിനിമയൊക്കെ വന്നല്ലോ, ഏകദേശം പോലീസിന്റെ ഉള്ളിലെ ഒരു ഇങ്ങനെ പറയല്ലടാ. പോലീസിന്റെ ഉള്ളിൽ ഒരു കുഴപ്പമില്ല. ക്യാരക്ടർ പോലീസ് ആയ പോലെയാണ്. നന്ദനത്തിലെ ക്യാരക്ടർ പോലീസ് ആയ പോലെയാണ്, കുറച്ചുകൂടി എന്തായിരുന്നു. അധികം സീരിയസ് അല്ല, നല്ല കുറച്ച് പാവമായിട്ടുള്ള പോലീസ് ആണോ? പ്രൊബേഷണറി അല്ലേ? ഓ, അതുകൊണ്ട് പാവമായതാണ്. എക്സ്പീരിയൻസ് കുറവല്ലേ? അത് ശരിക്കും ഒറ്റ ടേക്കില് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഓടി 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 എത്ര ടേക്ക്, എത്ര സ്ഥലം, എത്ര ആംഗിളും കൊണ്ട് ഞങ്ങൾ ഓടി ഓടി. ആണോ? ഇത് അറിയില്ലേ, നമ്മുടെ ആദ്യം പോയി പോലീസിന്റെ വണ്ടിയിൽ നിന്ന് ജാതിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് കള്ളന്റെ കൂടെ റൈഡ് പോയ കക്ഷിയാണ്. പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയ കാര്യം ഓട്ടം തന്നെയാണ്. ബുദ്ധിമുട്ടായിരുന്നു. ഈ യൂണിഫോം സമയത്തില് ഈ എസ് ഐയുടെ കൂടെ നടന്ന് ക്യാരക്ടർ ആവാൻ ശ്രമിച്ചു തോന്നില്ല. അപ്പൊ ഈ പോലീസ് മർദ്ദനമൊക്കെ പഠിച്ചോ? ഇല്ല, അത് മാത്രം പഠിച്ചില്ല. പിന്നെ വെറുതെ ആരെങ്കിലും അടിക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. യൂണിഫോം സമയത്തില് ശരിക്കും പവർ കിട്ടിയ പോലെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പോലീസ് അടിപൊളിയാണല്ലോ. എനിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. പോലീസൊക്കെ അങ്ങനെ ഒരു അതെ, പോലീസ് ലുക്കിൽ അടിപൊളിയായിരുന്നു. ലുക്കിൽ അടിപൊളിയായിരുന്നു. സ്ക്രീനിൽ ഭയങ്കര അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും. അടുത്ത പ്രാവശ്യം ഒരു ക്യാരക്ടർ നമുക്ക് ഫൈറ്റും കൂടി വേണം, ഓട്ടം മാത്രം പോരാ. അതെ, നോക്കാം. ഇപ്പത്തെ സ്ത്രീ കഥാപാത്രം ഫൈറ്റിലേക്ക് ഇറങ്ങിയിട്ട് ചിലപ്പോ കല്യാണിയുടെ കണ്ടില്ല, അതുപോലെ ഞെട്ടിക്കണ്ടേ? ഞെട്ടിക്കണം, ഞെട്ടിക്കാവേ. അതേപോലെ സ്ക്രിപ്റ്റ് കിട്ടട്ടെ. താങ്ക് യു, താങ്ക് യു. ഇനി ഏതാണ് അടുത്ത പ്രൊജക്ട്? ഇല്ല, ഒന്ന് കൺഫേം ചെയ്തിട്ടില്ല. അഭിനയിക്കുന്നില്ല ഇപ്പൊ തൽക്കാലം. രാജുവേട്ടനോട് എന്തെങ്കിലും കോപമൊക്കെ വരുന്നുണ്ടോ? രാജുവേട്ടനോട് എന്തെങ്കിലും കോപമൊക്കെ വരുന്നുണ്ടോ എപ്പോഴും? ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. നമ്മളെല്ലാം വെയിറ്റിംഗ് അതിനു വേണ്ടിയാണ്. ആയിക്കോട്ടെ, സന്തോഷം. പോയിക്കോട്ടെ. താങ്ക് യു.